നമസ്കാരം. മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ജുമാ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി താൽക്കാലികം മാത്രമെന്ന് കുവൈത്ത് മതകാര്യ മന്ത്രാലയം. സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് തടയില്ല. ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന രാജ്യത്ത് തുടരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് 9 മാസത്തിനുള്ളിൽ 4.25 ലക്ഷം അനധികൃത താമസക്കാരെ നാടുകടത്തി. 9,000 പേർ യാത്രാരേഖകൾ ശരിയാക്കാൻ നാടുകടത്തൽ കേന്ദ്രത്തിൽ. സൗദി പൗരന്മാർക്ക് കുവൈത്തിൽ പ്രവേശിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. സുരക്ഷാ പരിശോധന ശക്തമാക്കുക മാത്രമാണ് ചെയ്തത്. സുരക്ഷാ കാരണങ്ങളാൽ ചില പൗരന്മാരെ തിരിച്ചയച്ചെന്നും കുവൈത്ത് വൃത്തങ്ങൾ. ജുമാ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ നടപടി താൽക്കാലികം മാത്രമാണെന്ന് കുവൈത്ത് മതകാര്യ മന്ത്രാലയം. സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് തടയില്ലെന്നും സ്ത്രീകളുടെ നമസ്കാര സ്ഥലങ്ങളിൽ വനിതാ വളണ്ടിയർമാരെ നിയോഗിക്കുമെന്നുമാണ് വിശദീകരണം. രാജ്യത്തെ പള്ളികളിൽ ഇന്നലെ ജുമാ പ്രാർത്ഥനയ്ക്ക് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജുമാ പ്രാർത്ഥനാ വേളകളിൽ പള്ളികളിലെ സ്ത്രീകളുടെ ഭാഗം അടച്ചിടണമെന്ന ഔക്കാഫ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പള്ളി ഇമാമുമാർക്ക് ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത് പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പത്തിനും ആശങ്കയ്ക്കും കാരണമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഔക്കാഫ് അണ്ടർ സെക്രട്ടറി ആദിൽ അൽ ഫലാഹ് വിശദീകരണവുമായി എത്തിയത്. സ്ത്രീകളുടെ പള്ളിപ്രവേശം വിലക്കിയ നടപടി താൽക്കാലികം മാത്രമാണെന്നും അത്തരമൊരു സർക്കുലർ ഇമാമുമാർക്ക് ലഭിക്കാനിടയായത് സാങ്കേതിക പിഴവ് മൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔക്കാഫ് മന്ത്രാലയത്തിലെയും ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതി വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പള്ളികളിലെ സ്ത്രീകളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി പരിശീലനം സിദ്ധിച്ച വനിതാ വളണ്ടിയർമാരെ നിയോഗിക്കാൻ തീരുമാനിച്ചതായും അണ്ടർ സെക്രട്ടറി അറിയിച്ചു. സ്ത്രീകൾക്ക് സമാധാനത്തോടെ ആരാധന നിർവഹിക്കാനുള്ള സൗകര്യമൊരുക്കുവാനാണ് മതകാര്യ വകുപ്പും ആഭ്യന്തര മന്ത്രാലയവും ശ്രമിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ മാത്രമാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലെന്നും മറ്റു മാനങ്ങൾ നൽകേണ്ടതില്ലെന്നും ഔക്കാഫ് മേധാവി കൂട്ടിച്ചേർത്തു. സ്ത്രീകളെ ജുമായിൽ നിന്ന് വിലക്കിയ ഔക്കാഫ് ഉത്തരവിനെ ചില മലയാളി സംഘടനകൾ സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിച്ചിരുന്നു. ഇസ്ലാമിക നിയമമനുസരിച്ച് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും അതുകൊണ്ട് സ്ത്രീകളുടെ പള്ളിപ്രവേശം കുവൈത്ത് പൂർണ്ണമായി നിരോധിച്ചുവെന്നുമായിരുന്നു സ്ത്രീ പള്ളിപ്രവേശത്തെ എതിർക്കുന്ന ചില സംഘടനകളുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇന്നലെ മുതൽ പ്രചരിച്ചത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദി പൗരന്മാർക്ക് കുവൈത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ പരിശോധന ശക്തമാക്കിയ കാരണത്താൽ ഏതാനും സൗദി പൗരന്മാരെ ഖഫ്ജി അതിർത്തിയിലെ നുവൈസ് എമിഗ്രേഷനിൽ നിന്ന് തിരിച്ചയച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 26-ന് കുവൈത്തിലെ ഇമാം സാദിഖ് പള്ളിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് കർശനമാക്കിയ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് അതിർത്തിയിൽ കടുത്ത പരിശോധനയ്ക്ക് കാരണമായത്. സൗദി ചാവേർ നടത്തിയ സ്ഫോടനത്തെ തുടർന്ന് 25 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കുവൈത്ത് ആഭ്യന്തര സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന ശക്തമാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ പബ്ലിക് റിലേഷൻ മേധാവി ആദിൽ ഹഷാഷ് പറഞ്ഞു. ഈദുൽ ഫിത്തർ അവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കരമാർഗമുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. വ്യാഴാഴ്ച മാത്രം ഇരുഭാഗത്തേക്കുമായി 43,376 പേർ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. നുവൈസി, സാൽമി, അബ്ദലി കവാടത്തിലൂടെയാണ് ഇത്രയും പേർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര നടത്തിയത്. സുരക്ഷാ കാരണങ്ങളാൽ ചില പൗരന്മാരെ തിരിച്ചയച്ചിട്ടുണ്ടെന്നും കുവൈത്ത് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇത്തരത്തിൽ തിരിച്ചയക്കപ്പെട്ടവർ കുവൈത്തിലെ സൗദി എംബസിയിൽ പരാതി നൽകിയതാണ് വാർത്ത പ്രചരിക്കാൻ കാരണമായത്. മീഡിയ 1, റിയാദ്. ആശുപത്രിയിലെ പരിശോധനാ മുറിയിൽ പെൺകുട്ടിയുടെ അഴുകിയ ജഡം കണ്ടെത്തിയ സംഭവത്തെ തുടർന്ന് ആശുപത്രി ഡയറക്ടർ ജനറൽ അടക്കം 4 ഉദ്യോഗസ്ഥരെ മക്ക പ്രവിശ്യ ആരോഗ്യ വകുപ്പ് മേധാവി സസ്പെൻഡ് ചെയ്തു. കൂടാതെ ബന്ധപ്പെട്ട വകുപ്പിലെ മുഴുവൻ ജീവനക്കാരെയും ചോദ്യം ചെയ്യുമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജൂലൈ 13 തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവത്തിന് തുടക്കം. രോഗബാധിതയായ പെൺകുട്ടിയുമായി ബന്ധുക്കൾ ആശുപത്രിയിലെത്തി. പരിശോധനയിൽ ആശുപത്രിയിലെത്തും മുമ്പേ കുട്ടി മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഇക്കാര്യം കുട്ടിയുടെ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. പരിശോധനയിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ സ്ഥിരീകരിച്ചുവെങ്കിലും മരണകാരണമായി പ്രകടമായ മറ്റു പരിക്കുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് സ്വാഭാവിക മരണമെന്നും ഡോക്ടർമാർ വിധിയെഴുതി. നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ ഏറ്റെടുക്കാൻ കുട്ടിയുടെ ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ ബന്ധുക്കൾ നടപടികൾ പൂർത്തിയാക്കാൻ നിൽക്കാതെ ആശുപത്രി വിട്ട് പോവുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. ഇതിനെ തുടർന്ന് തുണിയിൽ പൊതിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾ തിരികെ വരുന്നതുവരെ മോർച്ചറിയിലേക്ക് മാറ്റാതെ പരിശോധനയ്ക്കായുള്ള പ്രത്യേക മുറിയിൽ താൽക്കാലികമായി സൂക്ഷിക്കുകയായിരുന്നു. സംഭവശേഷം 5 ദിവസം കഴിഞ്ഞ് ആശുപത്രി ഡെപ്യൂട്ടി ഡയറക്ടർ മുറിയുടെ സമീപത്തുകൂടെ നടന്നു പോകവേ മുറിയിൽ നിന്നും ശക്തമായ ദുർഗന്ധം വമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും മുറി പരിശോധിക്കുകയുമായിരുന്നു. തുടർന്ന് മൃതദേഹം മുഐസമയിലുള്ള മോർച്ചറിയിലേക്ക് മാറ്റാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. സംഭവം അറിഞ്ഞയുടൻ പ്രവിശ്യ ആരോഗ്യ വകുപ്പ് മേധാവി ഡോക്ടർ മുസ്തഫ ബൽജൂന
അന്വേഷണത്തിനായി കമ്മിറ്റിക്ക് രൂപം നൽകുകയും വീഴ്ച വരുത്തിയ മുഴുവൻ പേരെയും കണ്ടെത്താൻ ഉടൻ ഉത്തരവിടുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ സമിതി ആശുപത്രി ഡയറക്ടർ ജനറൽ, മെഡിക്കൽ സർവീസ് ഡയറക്ടർ, മെഡിക്കൽ സപ്പോർട്ട് സർവീസ് ഡയറക്ടർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എന്നിവർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പ് ജീവനക്കാരെയും ചോദ്യം ചെയ്ത് അർഹമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. മീഡിയ 1, മക്ക. കവർച്ച ചെറുക്കുന്നതിനിടെ അക്രമികൾ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് കൈകാലുകൾ പൂട്ടിയ നിലയിൽ മലയാളി യുവാവ് ദുരിതക്കിടക്കയിൽ. തളിപ്പറമ്പ് കുപ്പം സ്വദേശി ഇബ്രാഹിം കുട്ടിയാണ് അറബ് വംശജരായ യുവാക്കളുടെ ആക്രമണത്തിന് ഇരയായി ദമാം അൽഖോബാറിലെ ദോസരി ആശുപത്രിയിൽ കഴിയുന്നത്. ബുധനാഴ്ച രാവിലെ റിയാദിലെ ബദ്ഹയിലാണ് സംഭവം. സ്വകാര്യ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഡ്രൈവറായ ഇബ്രാഹിംകുട്ടി പെരുന്നാൾ അവധിക്ക് സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ റിയാദിലേക്ക് പോയതായിരുന്നു. ഇബ്രാഹിംകുട്ടിയും സുഹൃത്ത് ഉമ്മർകുട്ടിയും മാത്രമുള്ളപ്പോഴാണ് രണ്ടംഗ സംഘം ഇടിച്ചുകയറിയത്. മുറിയിലുണ്ടായിരുന്ന ലാപ്ടോപ്പും 2 മൊബൈൽ ഫോണും ഇന്റർനെറ്റ് മോഡവും സംഘം കൈക്കലാക്കി. ഇബ്രാഹിംകുട്ടിയുടെ പേഴ്സിലുണ്ടായിരുന്ന 2000 റിയാൽ പിടിച്ചുപറിക്കാനുള്ള ശ്രമം ചേർത്തതോടെ രണ്ടുപേരും ചേർന്ന് കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. രാവിലെ റൂമിലേക്ക് കറുപ്പന്മാർ, കള്ളന്മാർ എന്ന് പറയുന്ന ആൾക്കാർ വന്നപ്പോൾ റൂമിലേക്ക് ഇടിച്ചു കയറിയത്. റൂമിൽ കോളിംഗ് ബെല്ലടിച്ചു. പിന്നെ അവർ റൂമിലേക്ക് ഇടിച്ചു കയറി എന്നെ ഉപദ്രവിച്ചു. എൻ്റെ കയ്യിലെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുത്ത് നിൽക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തപ്പോൾ നടന്നില്ല. അവൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലും മോഡവും പിന്നെ റൂമിലെ മറ്റ് പല ആൾക്കാരുടെ ലാപ്ടോപ്പ് അതിലേക്ക് കയ്യിൽ എടുത്തപ്പോൾ ഞാനും അവനും കൂടെ അടികൂടുകയും റൂമിലുണ്ടായിരുന്ന മറ്റൊരു പേരുമായി തല്ലുകൂടുകയും അത് കഴിഞ്ഞതിന് ശേഷം എന്നെ തള്ളി താഴെയിടുകയാണ് ചെയ്തത്. ഇബ്രാഹിംകുട്ടിയുടെ കമ്പനി ദമാമിലായതിനാൽ തുടർ ചികിത്സയ്ക്കും ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുമായി അങ്ങോട്ടേക്ക് മാറ്റി. ഇൻഷുറൻസ് രേഖകൾ ശരിയാക്കി ചികിത്സാ സഹായം ലഭ്യമാക്കാൻ കമ്പനി അധികൃതർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാൽ അതിനുള്ള പണം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും. ഇബ്രാഹിംകുട്ടിക്ക് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ 6 മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം എങ്ങനെയെങ്കിലും ഇയാളെ നാട്ടിലയക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് സന്നദ്ധ പ്രവർത്തകർ. ക്യാമറാമാൻ നൌഷാദിനൊപ്പം മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം. സൗദി അറേബ്യയിൽ നിന്ന് കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 4.25 ലക്ഷം അനധികൃത താമസക്കാരെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 9,000 പേർ യാത്രാരേഖകൾ ശരിയാക്കാൻ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ സംയുക്തമായി റമദാന് മുമ്പുള്ള 9 മാസത്തിനുള്ളിൽ നടത്തിയ സുരക്ഷാ തൊഴിൽ പരിശോധനയിലാണ് ഇത്രയധികം അനധികൃതരെ കണ്ടെത്താനായത്. 4,75,943 പേരെയാണ് സൗദിയിൽ നിന്ന് അധികൃതർ നാടുകടത്തിയത്. മക്ക മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയത്, 42% പേർ. പിടിക്കപ്പെട്ടവരിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് തെക്കൻ അതിർത്തിയിലുള്ള ജീസാൻ മേഖലയാണ്, 22%. റിയാദ് മേഖലയിൽ നിന്ന് 12%, മദീനയിൽ നിന്ന് 5% എന്നിങ്ങനെ അനധികൃതരെ കണ്ടെത്തി നാടുകടത്തിയപ്പോൾ വടക്കൻ അതിർത്തി തബൂക്ക്, അൽ ഖസീം, അൽജഫ് മേഖലയിൽ നിന്ന് 1% പേരെ മാത്രമാണ് നാടുകടത്തിയത്. യമൻ പൗരന്മാർക്ക് സർക്കാർ അനുവദിച്ച ഇളവുകാലം ആഗസ്റ്റ് 15 അവസാനിച്ച ശേഷം പരിശോധന കൂടുതൽ കർശനമാക്കുമെന്നും നിയമാനുസൃതമല്ലാതെ രാജ്യത്ത് തങ്ങുന്നവരെ മുഴുവൻ നാടുകടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. പുതിയ കണക്ക് പ്രകാരം 9,072 പേർ വിവിധ അഭയകേന്ദ്രങ്ങളിൽ നാടുകടത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കാത്തിരിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. മീഡിയ 1, റിയാദ്. ഖത്തറിലെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ വിപണിയായ സൂഖ് ഹറാജ് നിർത്തലാക്കുന്നതിനുള്ള ആശങ്കയിലാണ് വ്യാപാരികൾ. ചെറിയ വിലയ്ക്ക് പുതിയതും പഴയതുമായ സാധനങ്ങൾ ലഭ്യമായിരുന്ന നജ്മയിലെ സൂഖ് ഹറാജിന് പകരം ഹമദ് വിമാനത്താവളത്തിനടുത്ത് ബഷറിൽ പുതിയ മാർക്കറ്റ് തുറക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. അടുത്ത വർഷം പകുതിയോടെ പുതിയ മാർക്കറ്റ് തുറക്കുമെന്ന് സാമ്പത്തിക വാണിജ്യകാര്യ മന്ത്രാലയം അറിയിച്ചു. ദോഹ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നജ്മയിലാണ് സൂഖ് ഹറാജ് എന്നറിയപ്പെടുന്ന പഴയ സാധനങ്ങളുടെ മാർക്കറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ലാഭകരമായ ബിസിനസ് എന്നതാണ് സൂഖ് ഹറാജിന്റെ പ്രത്യേകത. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും മുതൽ ഫർണിച്ചറുകൾ വരെ ചുരുങ്ങിയ വിലയ്ക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. വെള്ളിയാഴ്ചകളിലെ വൈകുന്നേരങ്ങളിൽ പതിവിലധികം തിരക്കനുഭവപ്പെടുന്ന മാർക്കറ്റിൽ പഴയ സാധനങ്ങൾ തേടിയെത്തുന്നത് വിവിധ രാജ്യക്കാരാണ്. ബംഗ്ലാദേശുകാരും ഈജിപ്തുകാരുമാണ് ഇവിടുത്തെ കച്ചവടക്കാരിലധികവും. ബംഗാളികളാണ് കച്ചവടക്കാർ. ഇപ്പം മിസ്ത്രികളും അത്യാവശ്യമുണ്ട്. മലയാളികൾ കുറവാണ്. നമ്മൾ 4-5 പേരെ ഇവിടെ കച്ചവടക്കാരായിട്ടുള്ളൂ. ഇവിടെ ആളുകൾ വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ വില കുറഞ്ഞ് എല്ലാ സാധനവും കിട്ടും. സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ പുതിയതായിക്കോട്ടെ എല്ലാ സാധനവും ഇവിടെ കിട്ടും. അതിനാണ് ഇവിടെ വരുന്നത്. പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന സൂഖ് ഹറാജിലെ സെക്കൻഡ് ഹാൻഡ് കച്ചവടം നഗരഹൃദയത്തിൽ നിന്നും മാറ്റാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. 2017 പകുതിയോടെ ദോഹ ഹമദ് വിമാനത്താവളത്തിനടുത്ത് ബഷറിൽ പുതിയ മാർക്കറ്റ് തുറക്കുമെന്ന് ഖത്തർ സാമ്പത്തിക വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ നജ്മയിലെ പുരാതന വിപണി നിലച്ചു പോകുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഇവിടെ ഒരുപാട് പേര് ഈ സൂക്ക് കൊണ്ട് ഒരുപാട് കുടുംബം കഴിയുന്നുണ്ട്.
ഒരുപാട് പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, എണ്ണിയാൽ ഒടുങ്ങൂല. സ്വദേശികളും വിവിധ പ്രവാസി സമൂഹങ്ങളും ഇടപാടുകാരായെത്തുന്ന നജ്മ സൂക്ക് ദോഹയിലെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിപണി കൂടിയാണ്. ദോഹ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമാണെങ്കിലും സൂക്ക് ഹറാജ് നിർത്തലാക്കുന്നതോടെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള സാധാരണ പ്രവാസികളുടെ അവസരങ്ങൾ കൂടിയാണ് ഇല്ലാതാകുന്നത്. ദോഹയിലെ സൂക്ക് ഹറാജിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. അബുദാബിയിൽ നിന്ന് മുംബൈ വഴി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി. ഇന്ന് പുലർച്ചെ 2:40 പുറപ്പെടേണ്ട AI 946 നമ്പർ വിമാനമാണ് 2 മണിക്കൂർ വൈകിയത്. മുംബൈയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന കണക്ഷൻ ഫ്ലൈറ്റ് കൃത്യസമയത്ത് പുറപ്പെട്ടതോടെ അബുദാബിയിൽ നിന്ന് വന്ന യാത്രക്കാർക്ക് കണക്ഷൻ വിമാനം നഷ്ടപ്പെടുകയും പ്രയാസത്തിലാവുകയുമായിരുന്നു. പിന്നീട് രാത്രി വൈകിയ ശേഷം കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ യാത്രക്കാരെ കയറ്റിവിടുകയായിരുന്നു. ജൗഹർ കൊടിയത്തൂരുണ്ട് യാത്രക്കാരൻ വിമാനത്തിൽ. ജൗഹർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആക്ച്വലി നമ്മള് 2:40 പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. അത് വളരെ ലേറ്റ് ആയിട്ടാണ് അവിടുത്തെ പുറപ്പെട്ടത്. പിന്നെ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി അവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഫ്ലൈറ്റ്. പെട്ടെന്ന് തന്നെ റഷ് ചെയ്തിട്ട് അപ്പുറത്തെ ടെർമിനലിലേക്ക് പോകാൻ പറഞ്ഞു. ടെർമിനലിലേക്ക് പോകാൻ അവരുടെ ഇന്റേണൽ വെഹിക്കിൾ പോലും ഉപയോഗിക്കാതെ നമ്മൾ കാശ് കൊടുത്തിട്ട് അവർ പറഞ്ഞു പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വളരെ കാശ് കൊടുത്താണ് അവിടെ എത്തിയത്. അവിടെ എത്തിയ ഉടനെ അവർ പറഞ്ഞിരിക്കുന്നത് ഫ്ലൈറ്റ് ഓൾറെഡി പോയിട്ടുണ്ടെന്നാണ്. നമ്മുടെ കൂടെ കുട്ടികള്, ഫാമിലീസ് എല്ലാവരും ഉണ്ട്. അവർ വളരെ യാതൊരുവിധ പ്രതികരണം അവരുടെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് മാനേജറെ എല്ലാവരെയും കണ്ടതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹോട്ടൽ യാതൊരുവിധ സംവിധാനത്തിന് അവർ തയ്യാറായില്ല. അതേപോലെ തന്നെ നമ്മളവിടെ ലോഞ്ചിൽ കയറി ഇരുന്ന സമയത്ത് തന്നെ അവരവിടെ ഇരിക്കാൻ പാടില്ല, അത് VIPസിന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതേപോലെ പിന്നെ അവർ 7 മണിക്കുള്ള ഫ്ലൈറ്റ് നമുക്ക് തന്നതിന് ശേഷവും 7 മണിക്ക് 6:40 നമുക്ക് ബോർഡിംഗ് പറഞ്ഞ ഫ്ലൈറ്റ് 6:50 ആയപ്പോ അവര് പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഇപ്പൊ പോകാൻ പറ്റത്തില്ല, രാത്രി 10 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാ യാത്രക്കാരും വളരെയധികം അവിടുന്ന് ക്ഷുഭിതരാവുകയും അവരുമായിട്ട് കയർത്തതിന് ശേഷം അവർ പറഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് പോവാന്ന്. എല്ലാം വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ ഫ്ലൈറ്റുകളും അവിടുന്ന് കറക്റ്റ് ടൈമിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ. നിങ്ങളിപ്പോൾ എവിടെയാണ്? കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാർ കൊച്ചിയിൽ നിന്ന് എങ്ങനെ പോരും? കൊച്ചിയിൽ നിന്ന് അവര് അതാത് സ്ഥലത്ത് എത്തിക്കുമെന്നാണ് അവിടുന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ എത്തിയപ്പോ ഒരു ബസ്സാണ് തന്നിരിക്കുന്നത്. ആ ബസ് നമ്മളിപ്പോ കോഴിക്കോട് എയർപോർട്ടിൽ കൊണ്ടുവിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവര്, വയനാട് ഭാഗങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഉണ്ട്. അവർക്കൊന്നും ഇനിയിപ്പോ രാവിലെ ആവാതെ വീട്ടിൽ പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നന്ദി ജൗഹർ ഈ വാർത്തയോട് പ്രതികരിച്ചത്. ഗൾഫിലെ മാധ്യമപ്രവർത്തകർക്കായി ചിരന്തന സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ 2014 14ാമത് ചിരന്തന UAE എക്സ്ചേഞ്ച് മാധ്യമ പുരസ്കാരത്തിന് ഗൾഫ് മാധ്യമം ദുബൈ ബ്യൂറോ ചീഫ് M ഫിറോസ് ഖാൻ ഉൾപ്പെടെ 6 പേർ അർഹരായി. മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ബ്യൂറോ ചീഫ് NM ജാഫർ, അമൃത TV മിഡിൽ ഈസ്റ്റ് ചീഫ് നാസർ ബേപ്പൂർ, കൈരളി TV മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ T ജമാലുദ്ദീൻ, ഏഷ്യാനെറ്റ് റേഡിയോ ചീഫ് ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസ്റ്റ് ബൈജു ഭാസ്കർ, റേഡിയോ ഏഷ്യ ന്യൂസ് എഡിറ്റർ ഹിഷാം അബ്ദുസലാം എന്നിവരാണ് മറ്റ് അവാർഡ് ജേതാക്കൾ. സ്വർണ്ണ മെഡൽ, പൊന്നാട, ഉപഹാരം, പ്രശംസാപത്രം എന്നിവ അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് ആദ്യവാരം ദുബൈയിൽ വിതരണം ചെയ്യുമെന്ന് ചിരന്തന പ്രസിഡന്റ് പുന്നക്കൻ മുഹമ്മദ് അലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിലെ പ്രമുഖ വ്യവസായിയും ഷഹാനിയയിലെ അൽദോസരി പാർക്കുടമയുമായ മുഹമ്മദ് അൽദൂസരിയെ കേരള സർക്കാർ ആദരിക്കും. മരുഭൂമിയിൽ ആദ്യമായി നെല്ല് വിളയിക്കാൻ തന്റെ അധീനതയിലുള്ള ഭൂമി വിട്ടു നൽകിയ ഇദ്ദേഹത്തെ കർഷക ദിനമായ ഓഗസ്റ്റ് 16 കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് ആദരിക്കുന്നത്. കൃഷിമന്ത്രി KP മോഹനൻ മുഹമ്മദ് അൽദൂസരിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതായി അൽദൂസരി പാർക്ക് ഓഫീസിൽ നിന്ന് അറിയിച്ചു. അടുക്കളത്തോട്ടം ദോഹ എന്ന മലയാളി ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് നെല്ലുൾപ്പെടെ കൃഷി നടത്താൻ 1/2 ഏക്കർ ഭൂമിയാണ് അൽദൂസരി പാർക്കിനകത്ത് ഇദ്ദേഹം വിട്ടു നൽകിയത്. പത്തനംതിട്ട കോന്നിയിൽ മരിച്ച ആര്യയുടെ സംസ്കാരം നാളെ നടക്കും. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ആര്യയുടെ പിതാവ് അല്പസമയത്തിനകം ദമാമിൽ നിന്ന് യാത്ര തിരിക്കും. 11:50 ജെറ്റ് വിമാനത്തിൽ യാത്ര തിരിക്കുന്ന അദ്ദേഹം രാവിലെ 7:15 തിരുവനന്തപുരത്തെത്തും. യാത്രാരേഖകൾ ശരിയാക്കാൻ വൈകിയതാണ് യാത്ര നീളാൻ കാരണം. CBSE നിർദ്ദേശം ലംഘിച്ച് മെഡിക്കൽ പ്രവേശന പരീക്ഷ നടന്ന പല സ്കൂളുകളും ശിരോവസ്ത്രം വിലക്കി. നിരവധി വിദ്യാർത്ഥിനികൾക്ക് ശിരോവസ്ത്രം അഴിച്ചുവെച്ചാണ് പരീക്ഷ എഴുതേണ്ടി വന്നത്. ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിനാൽ ഒരു കന്യാസ്ത്രീ പരീക്ഷ എഴുതാനാവാതെ മടങ്ങി. ശിരോവസ്ത്രം അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. കോപ്പിയടി തടയാനുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി ശിരോവസ്ത്രം ഒഴിവാക്കണമെന്നായിരുന്നു CBSEയുടെ ആദ്യ നിർദ്ദേശം. പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ശിരോവസ്ത്രം ആകാമെന്ന് പിന്നീട് സർക്കുലർ ഇറക്കി.
ശിരോവസ്ത്രം ധരിച്ചെത്തുന്നവർ നേരത്തെ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി പരിശോധനകൾക്ക് വിധേയമാകണമെന്ന് മാത്രമായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇതേ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ശിരോവസ്ത്രം ധരിച്ചു തന്നെ കുട്ടികൾ പരീക്ഷ എഴുതി. എന്നാൽ ചില സ്കൂളുകൾ CBSE നിർദ്ദേശം ലംഘിച്ച് ശിരോവസ്ത്രം വിലക്കി. ഇതുമൂലം പലർക്കും ശിരോവസ്ത്രം അഴിച്ചുവെച്ച പരീക്ഷ എഴുതേണ്ടി വന്നു. ഷോൾ ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടിലായിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഷോൾ ഇടാതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇവിടെ വന്നപ്പോൾ അവർ റോഡിൽ നിന്ന് ഷോൾ മാറ്റിയിട്ടാണ് കേട്ടത്. Yeah, as I am a Muslim, I didn't like the rules. I was forced to remove my scarf from my head. നമ്മളങ്ങനെയൊക്കെ ധരിച്ചു ശീലിച്ചവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തതിനാൽ തിരുവനന്തപുരം ബെഥനി കോൺവെന്റിലെ സെബ എന്ന കന്യാസ്ത്രീ പരീക്ഷ എഴുതാതെ മടങ്ങി. ശരിക്കും വിഷമമുണ്ട്. ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇത് പിന്നെ രണ്ടാമതും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം പോയത്. ഒത്തിരി പ്രതീക്ഷയോടെയാണ് പോയത്. ഭാരതം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അന്നേരം എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട്. ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തതിനെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. കൊച്ചിയിൽ പ്രതിഷേധിച്ച 20 SIO വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. KCBC വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് കൊച്ചി ബ്യൂറോയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിലെ ഗവേഷക വിദ്യാർത്ഥിനി ഉമ്മുൽ ഫായിസ കണ്ണൂർ ബ്യൂറോയിലുണ്ട്. MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഫാദർ പോൾ തേലക്കാട്ട് CBSEയുടെ ഗൈഡ് ലൈൻസ്, ആ ഗൈഡ് ലൈൻസ് പല സ്കൂളുകളും പല പരീക്ഷാ കേന്ദ്രങ്ങളും പല രീതിയിലാണ് നടപ്പാക്കിയത്. ചിലരെ ശിരോവസ്ത്രം അണിഞ്ഞ് പ്രവേശന പരീക്ഷയ്ക്ക് അനുവദിച്ചു. അതിനു മുൻപ് ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കി. മറ്റു ചിലരെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല. ചില വിദ്യാർത്ഥികൾക്ക് ശിരോവസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ പരീക്ഷ എഴുതാതെ മടങ്ങേണ്ടി വന്നു. ഒരു കന്യാസ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? തീർച്ചയായിട്ടും വളരെയേറെ വേദന നിറഞ്ഞൊരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടത്. നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ CBSEക്കാണെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം CBSE ഇറക്കിയ നിർദ്ദേശങ്ങളിൽ നോ ബാൻ ഓൺ കസ്റ്റമറി ഡ്രസ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പരമ്പരാഗതമായ വസ്ത്രധാരണ രീതിക്ക് ഒരു വിലക്കില്ല എന്ന്. ഇതിനകത്തുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു മതപരമായ യാതൊന്നിനെയും കുറിച്ചല്ല, മറിച്ച് അത് കോപ്പിയടി മാൽ പ്രാക്ടീസ് തടയാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ തടയാനുള്ള ഒരു മാൽ പ്രാക്ടീസ് അല്ല, നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായി പരീക്ഷ എഴുതാനുള്ള സാധ്യത ഉണ്ടാക്കേണ്ടത് പരീക്ഷയുടെ ഇൻവിജിലേറ്ററാണ്. അവർ പരീക്ഷയ്ക്ക് ആളുകളെ വരുന്നവരെ മുടക്കാനുള്ള തൊഴിലല്ല അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നടന്നത് മതപരമായ വിവേചനമായി തന്നെ കണക്കാക്കേണ്ടതാണ്. ഭാരതം ഒരു എല്ലാ മതങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും അതിൻ്റെ അനുഷ്ഠാനങ്ങൾക്കും നമുക്കറിയാം. സിഖുകാർക്ക് കൃപാൻ ധരിക്കാനും അവരുടെ തലമുണ്ട് ധരിക്കാനും ഒക്കെ അവകാശമുണ്ട്. അതെല്ലാ തലത്തിലുമുണ്ട്. അങ്ങനെയുള്ള അവകാശം നിഷേധിക്കുന്ന തലത്തിലേക്ക് ഈ CBSEയുടെ പരീക്ഷ പോയത് നിർഭാഗ്യകരമാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ ഉണ്ട് ടെലിഫോണിൽ. ഡോക്ടർ ഫസൽ ഗഫൂർ, വളരെ കൃത്യമായി കോടതിയും CBSEയും വ്യക്തമാക്കിയ ചില ഗൈഡ് ലൈൻസ്, ആ ഗൈഡ് ലൈൻസ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടപ്പാക്കിയത് വ്യത്യസ്ത രീതിയിലാണ്. ഇത് കൃത്യമായും പൗരാവകാശങ്ങൾക്ക് മേലും വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തിനും വിശ്വാസ സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഇത്തരം നീക്കങ്ങളെ അനുകൂലിക്കുന്നുണ്ടോ? ഈ തികച്ചും അവലീനമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ ചാനലിൽ പറഞ്ഞത് ഇതിനെ ഒരു മുസ്ലിം വിരുദ്ധ നീക്കമായിട്ട് ചിലർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് സിറ്റുവേഷൻ മാറി. ഇവിടെ മനസ്സിലല്ലേ, മറ്റു മതത്തിലുള്ള ഒരു സഹോദര മതത്തിൽപ്പെട്ടിട്ടുള്ള അതും ഒരു കന്യാസ്ത്രീയെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത് ശരിയായി വളരെ തെറ്റായ ഒരു നടപടിയായി പോയി. എനിക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, സിഖ് മതത്തിൽപ്പെട്ടിട്ടുള്ള അനേകം സുഹൃത്തുക്കളുണ്ട്. അവർ പ്രത്യേക തരത്തിലുള്ള തലപ്പാവ് ധരിക്കുന്നവരാണ്. അവരുടെ സ്ഥിതി എന്താണ് വടക്കേന്ത്യയിൽ? അവർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം സിഖ് മതം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു മതമായതുകൊണ്ട് അതിലെ പ്രതികരണങ്ങൾ ഇതിനെക്കാട്ടും വളരെ രൂക്ഷമായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇതൊരു പാഠമായിട്ട് നമ്മൾ കാണണം ഇനി മേലില്ലെങ്കിലും. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷകളോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളോ ഉണ്ടാക്കുമ്പോൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടാത്ത രീതിയിലായിരിക്കണം, കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കണം എന്നുള്ളതിനും ഓവർ എന്തൂഷ്യാസ്റ്റിക് ആയിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന ഒരു ഓവർ എന്തൂഷ്യാസ്റ്റിക് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇത്തരത്തിലുള്ള റെസ്പോൺസ് പാടില്ല എന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്. ഫസൽ ഗഫൂർ ദയവായ ടെലിഫോൺ ലൈനിൽ തുടരണം. ഉമ്മുൽ ഫായിസ, നമുക്കറിയാം മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചു മുമ്പ് രാജസ്ഥാൻ ഹരിയാന സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള മാൽ പ്രാക്ടീസസ് ഈ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. സുപ്രീം കോടതി അതിൽ ഇടപെടുകയും കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷ സുതാര്യമായി സത്യസന്ധമായി നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും CBSEയും മറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചില രീതിയിലുള്ള നിയന്ത്രണങ്ങൾ
ആവശ്യമാണ്. പരീക്ഷാർത്ഥികളെ സംബന്ധിച്ച് ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകേണ്ടത് ആവശ്യമാണ് എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു വിവാദം ഉണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ ഇന്നലെയോ ഇന്നോ നടന്ന ഒരു സംഭവമായിട്ട് വായിക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരുപാട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ കീഴാള മുസ്ലിം വിദ്യാർത്ഥിനികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ ഒരു തുടർച്ചയാണ് ഇത് എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. മാത്രമല്ല, വേറെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്കറിയാം, കുറച്ച് കാലങ്ങളായി ഒരു 10 വർഷത്തിലധികമായി ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഹിജാബ് ധരിച്ച പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പർദ്ദ ധരിച്ച ഹിജാബ് ധരിച്ച പെൺകുട്ടികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഇന്ത്യയുടെ മുഖ്യധാര മതേതര പബ്ലിക് സ്ഫിയറിനെ ഒരു ആങ്സൈറ്റി രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആങ്സൈറ്റിയുടെ തുടർച്ചയും കൂടിയാണ് ഇത് എന്നുകൂടി ഞാൻ കൂട്ടി വായിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഇത്തരം നിയന്ത്രണങ്ങൾ താങ്കൾ ഇതിന് മതപരമോ അല്ലെങ്കിൽ സാമുദായികമോ ആയ വിവേചനങ്ങൾക്ക് തെളിവായി തന്നെ വായിക്കുന്നു. മുൻപൂടെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടി ഒരു കന്യാസ്ത്രീ പോലും ഇത്തരം വിവേചനത്തിന് ഇരയായി എന്നതുകൊണ്ട് ഇതൊരു മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ താങ്കൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കീഴാള വിരുദ്ധ നീക്കമായി, ഭരണകൂടത്തിന്റെ നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അതെ, ക്രിസ്ത്യൻ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ കൂടിയാണ്. അതുകൊണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ന്യൂനപക്ഷ കീഴാള മുസ്ലിം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ സമുദായത്തിലെ അംഗങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതുമാത്രം ഇതിനൊരു ഒരു വസ്ത്രത്തിന്റെ വിവാദമായി മാത്രം ചുരുക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഇത് വേറെ ഒരുപാട് ചൂഷണങ്ങൾ മറ്റ് വിദ്യാഭ്യാസ പോളിസികളുടെ ഭാഗമായി സംവരണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉന്നത കലാലയങ്ങൾ, ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ ഒരു തുടർച്ചയായി കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. റൈറ്റ് ഫാദർ പോൾ തേലക്കാട്ട്, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനും വസ്ത്ര സ്വാതന്ത്ര്യത്തിനും എതിരായ വിവേചനം നിലനിൽക്കുമെന്നാണ് ഉമ്മുൽ ഫായിസ ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻപ് മീഡിയ വണിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്തതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം വിവേചനം ചില മതസമുദായങ്ങൾ നേരിടേണ്ടി വരുന്നതായി നിരന്തരം പരാതികൾ ഉയർന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ സഭയ്ക്ക് കീഴിലുള്ള സന്യാസിനികൾ കൂടി ആ വിവേചനത്തിന് മറ്റൊരിടത്ത് ഇരയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് സഭയ്ക്കെതിരെ ഉയർന്ന പരാതികൾ മറ്റൊരു സമുദായത്തിൻ്റെതാണെങ്കിൽ ഇപ്പോൾ സഭയ്ക്ക് കീഴിലുള്ള സന്യാസിനികൾ തന്നെ ആ വിവേചനത്തിന് ഇരയാവുന്നു. ഇത് ചരിത്രത്തിന്റെ ഒരു കാവ്യനീതിയായി ചിലരെങ്കിലും കാണും. ഇതിനകത്ത് കാവ്യനീതി എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എൻ്റെ ഇതിനു മുമ്പ് സംസാരിച്ച സഹോദരി പറഞ്ഞതുപോലെ ഒരു വിവേചനത്തിൻ്റെ ഒരു 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 ആവരണം ഇതിൽ ചാർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചിലർക്ക് താല്പര്യമുണ്ടാകാം, സമൂഹത്തിൽ ചില രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുണ്ടാകാം, ചില ആളുകൾക്ക് താല്പര്യമുണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും CBSE നൽകിയ നിർദ്ദേശത്തിൽ പ്രകടമായ ഒന്നും തന്നെ ഇത് പറഞ്ഞിട്ടില്ല. ആ നിർദ്ദേശങ്ങളെ ഞാൻ ആ വിധത്തിൽ സ്വീകരിക്കുന്നു. അതിനകത്ത് കൃത്യമായി മാൽ പ്രാക്ടീസ് ഇല്ലാതെ പരീക്ഷ നടത്തണം എന്നുള്ളതാണ് ലക്ഷ്യം. അത് നടപ്പിലാക്കിയവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവാദം. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു 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 നിർഭാഗ്യകരമായ മതപരമായ ഒരു മാനം ഇതിനകത്ത് കലർത്തുകയും നിറം ചേർത്തുകയും ചെയ്തു എന്നത് നിർഭാഗ്യകരമാണ്. മാത്രമല്ല അത് പ്രതിഷേധാർഹവുമാണ്. അതൊരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിലും പാടില്ലാത്തതാണ്. വിവിധങ്ങളായ മതങ്ങളും സംസ്കാരങ്ങളും ജാതികളും ഒക്കെയുള്ള സമൂഹത്തിൽ വൈവിധ്യമാർന്ന വസ്ത്രധാരണത്തിൻ്റെ രീതികളുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യത്തിന്മേൽ ഏതെങ്കിലും ഒരു 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 നമ്മുടെ ചില സ്കൂളുകളിലൊക്കെ യൂണിഫോം ഉണ്ടാക്കാറുണ്ട്. ആ യൂണിഫോം ഉണ്ടാക്കുമ്പോഴും അത് ഗൗരവമായി പരിഗണിച്ച് യൂണിഫോം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നടന്നത് തികച്ചും നിർഭാഗ്യകരമാണ്. അത് ഇൻവിജിലേറ്റർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഫാദർ പോൾ തേലക്കാട്ട്, CBSE ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിരിക്കുന്നു. അത് നടപ്പിലാക്കിയിൽ വന്ന അപാകതയായിട്ടാണ് താങ്കൾ ഇതിനെ കാണുന്നത്. ആ നടപ്പിലാക്കിയതിനെ, അതിന്റെ എക്സിക്യൂഷനെ മതപരമായ വിവേചനമായി താങ്കൾ കാണുന്നുണ്ടോ? അത് എക്സിക്യൂട്ട് ചെയ്തവർ മതപരമായി വിവേചിക്കാൻ തന്നെ ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ് നിർഭാഗ്യകരം. റൈറ്റ് ഫാദർ പോൾ തേലക്കാട്ട്, മടങ്ങിയത് താങ്കളിലേക്ക്. ഫസൽ ഗഫൂർ, ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. കാരണം വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നത് ഹരിയാന, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലാണ്.
ആ സംസ്ഥാനങ്ങളിലുണ്ടായ ക്രമക്കേടുകൾ തടയുന്നതിന്റെ ഭാഗമായി അമിതമായ വസ്ത്രധാരണം, അധികമായ വസ്ത്രധാരണം, ആഭരണങ്ങൾ ഇവയിലൂടെ ചില ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ധാരാളമായി കോപ്പിയടിക്കുന്നെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആളുകളുടെ വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. കാരണം വസ്ത്രത്തിനുള്ളിൽ എന്തൊളിപ്പിച്ചു വെച്ചാലും അത് കണ്ടെത്താൻ ഇൻവിജിലേറ്റർമാർക്ക് കഴിയണം. അങ്ങനെ അത്തരം മിടുക്കന്മാരായ ആളുകളെ അതിൽ നിയോഗിക്കുകയാണോ വേണ്ടത്? അതിന് പകരം വ്യക്തി സ്വാതന്ത്ര്യത്തിലും പൗരസ്വാതന്ത്ര്യത്തിലും കൈകടത്തുന്ന വിധത്തിൽ അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന രീതിയിലുള്ള സ്ട്രിപ്പ് ചെക്കിംഗ് പോലുള്ള സ്ട്രിപ്പ് സെർച്ച് പോലുള്ള നടപടികളിലേക്ക് ഒരു പരീക്ഷാ ഹാൾ കടക്കുന്നത് രാജ്യത്തെ പൗരസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു ഭീഷണിയായി തന്നെ കാണേണ്ടി വരില്ലേ? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ CBSE സുപ്രീം കോടതിയുടെ പരാമർശങ്ങളോ ഒന്നും മതപരമായിട്ടല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഇതൊരു എക്സിക്യൂട്ടീവ് നടപടിയാണ്. ഒരു അടിയന്തരാവസ്ഥ സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ രാജസ്ഥാനും ഹരിയാന മാത്രമൊന്നല്ല, ബീഹാറിൽ നമ്മൾ എത്രയോ പിക്ചറുകൾ കണ്ടിരിക്കുന്നു. ബീഹാറിൽ കോപ്പിടിയ അതേമാതിരി തന്നെ വ്യാപം സ്കാം വ്യാപം കുംഭകോണം, അതേമാതിരി ആന്ധ്രാപ്രദേശിലെ PG കുംഭകോണം. അപ്പൊ വ്യാപകമായിട്ട് വടക്കേ ഇന്ത്യയിൽ മെഡിക്കൽ പരീക്ഷയിൽ പ്രത്യേകിച്ചും പിന്നെ ഉദ്യോഗസ്ഥ പരീക്ഷയിലും വ്യാപകമായിട്ടുള്ള ആൾമാറാട്ടവും കോപ്പിയടിയും തിരിമറിയും ഇലക്ട്രോണിക് ഗ്രാജുവേറ്റ്സുകൾ ഉപയോഗിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരു എക്സിക്യൂട്ടീവ് നടപടി, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഒരു വിധി ഇത് പ്രകാരം നിർദ്ദേശപ്രകാരം സുപ്രീം കോടതിയാണ് എന്റെ ടെസ്റ്റ് ആൻസർ ചെയ്ത് നടത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് ഇത് എടുത്തപ്പോൾ നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള ഒരു തകരാറ് മാത്രമാണ്. നിർഭാഗ്യവശാൽ മീഡിയയും ചിലപ്പോൾ പല മതസംഘടനകളും ഒക്കെ ഇത് മതത്തിനെതിരായിട്ടുള്ള ഒരു കയ്യേറ്റമായിട്ട് ചിത്രീകരിക്കുന്നത് അത് ശരിയല്ല. ഇത് ഒരു മതത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമല്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ ഒരു തകരാറ് വന്നിട്ടുണ്ട്. മോഡി വന്നതിന് ശേഷം ഒരു സീജ് മെന്റാലിറ്റി അവർക്ക് വന്നിരിക്കുന്നു. അതായത് എന്ത് ചെയ്താലും അത് അവർക്കെതിരായിട്ടാണെന്നുള്ള തോന്നൽ. പക്ഷെ അത് ശരിയല്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് നിങ്ങളിപ്പോ പറഞ്ഞതാണ് ശരി. ഇത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലാണ്. അതിൽ മതം പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ജാട്ട് രാജ്പൂട്ട് വിഭാഗങ്ങളിൽപ്പെട്ടുള്ള സ്ത്രീകളും തലപ്പാവ് ഉപയോഗിക്കുന്നവരാണ്, ഒരു ഹിന്ദുക്കളാണ്. അതേമാതിരി തന്നെയാണ് സിഖ് മതത്തിൽപ്പെട്ടവർ. അപ്പൊ ഇത് ഇന്ന് ജാതി മതഭേദമന്യേ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള ഒരു കൈകടത്തം മാത്രമായിട്ട് നമുക്ക് കാണാം. ഇതിലൊരു രാഷ്ട്രീയവുമില്ല. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇന്നലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശം ഇങ്ങനെയാണ്: 2-3 മണിക്കൂർ നിങ്ങൾ തലപ്പാവ് അഴിച്ചു വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം ഇല്ലാതായി പോവില്ല എന്നൊരു ചീഫ് ജസ്റ്റിസ് പറയുമ്പോൾ അതിനെ അപക്വമായി വായിക്കുന്നവരും ഉണ്ടാകും. തീർച്ചയായിട്ടും ആ ചീഫ് ജസ്റ്റിസ് അപക്വമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ തുണിയിലാണ് പറഞ്ഞെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞാൽ മതി, കുറച്ചു നേരത്തേക്ക് പറഞ്ഞില്ല എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ഫ്ലിപ്പന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഫ് ദ കഫ് ആയിട്ടുള്ള ഒരു റിമാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ മായത്തെ ഒരു രാജ്യത്ത് വളരെ മതപരമായ കാര്യങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് വെച്ചിട്ട് അതും ഓപ്പൺ കോർട്ടിൽ വെച്ചിട്ട് മറ്റേ ഉദ്യോഗാർത്ഥികളോട് തന്നെ ഈ അപേക്ഷിച്ചവരോട് തന്നെ പറഞ്ഞു എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ വിഷയത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ജഡ്ജിമാരുള്ള കമന്റുകൾ അടിക്കാറുണ്ട്. പക്ഷേ ഇതേ മീഡിയ തന്നെ ഇപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് കൊട്ടിഘോഷിച്ച് ജഡ്ജി ഇങ്ങനെ പറഞ്ഞതിനെ ഒരു ജഡ്ജ്മെന്റ് മാതിരി ആക്കിയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ജഡ്ജസിന്റെ കമന്റുകളാണത് അതിനെ ചിത്രീകരിക്കാറുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ ജഡ്ജിമാര് കമന്റ് അടിക്കൽ തന്നെ നിർത്തണം. അനാവശ്യമായിട്ട് കമന്റിന്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് ജഡ്ജ്മെന്റ് അങ്ങ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഈ തരത്തിലുള്ള ഇതിപ്പോ ഉദാഹരണമായിട്ട് നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ്. തമ്മിലുള്ള നമ്മുടെ വക്കീലും ജഡ്ജും കൂടെ തമ്മിലുള്ള സംവാദമാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമായി പോയി. അതൊരു സെൻഡ് റോങ് സിഗ്നൽ. റൈറ്റ്. ഫാദർ പോൾ തേലക്കാട്ട്, കോടതി അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനം ഒരു നിയമമോ നിയമാവലിയോ ഗൈഡ് ലൈൻസോ കൊണ്ടുവരുന്നു. അതിനെ എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോൾ ആ എക്സിക്യൂട്ടീവ് ചെയ്യപ്പെടുന്നിടത്ത് വിവേചനം ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം ഇവിടെ ഉമ്മുൽ ഫായിസ് ചൂണ്ടിക്കാട്ടിയ ആ പൊതുബോധമാണ്. ആ പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ സമൂഹത്തിൽ കാര്യമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന സഭാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഇവയ്ക്ക് കൂടി ഒരു പങ്കുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ സംഭവവികാസങ്ങൾ. കാരണം സ്വന്തം സ്കൂളുകളിൽ ഒരു യൂണിഫോം അല്ലെങ്കിൽ ഒരു ഡ്രസ് കോഡ് നടപ്പാക്കുമ്പോൾ അതിൽ കാണിക്കേണ്ട നീതിബോധം അത് കാണിക്കാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഈ പൊതുബോധം ഉണ്ടായി വരുന്നത് എന്ന് ആക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ഈ പൊതുബോധത്തോടൊപ്പം നിൽക്കുകയും പിന്നീട് ഈ പൊതുബോധത്തിന്റെ തന്നെ ഇരയായി മാറുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിലവിളിക്കുകയും ചെയ്തിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും താങ്കളിവിടെ സൂചിപ്പിക്കുന്ന കാര്യം ആ പൊതുബോധം ഉണ്ടാവുന്നതിന് മുമ്പ് സംസാരിച്ച സഹോദരി പറഞ്ഞത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈവിധ്യത്തിലെ ഏകത്വവും അതിൻ്റെ സൗന്ദര്യവുമാണ്. ഇവിടെ പല ഭാഷകൾ, പല വിധത്തിലുള്ള വസ്ത്രധാരണങ്ങൾ, പല ഭാഷയുടെ അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന അതിൻ്റെ വൈവിധ്യത്തിൻ്റെ ഒരു ഏകത്വവും അതിൻ്റെ കൊണ്ടിരിക്കുന്നതും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതും
അതോടൊപ്പം തന്നെ അവർക്ക് പറയേണ്ടിയിരിക്കുന്നു, കോടതികളും ഇതിനെയൊക്കെ പരിഹരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ പ്രസ്താവത്തെക്കുറിച്ച് ഡോക്ടർ ഗഫൂർ പറഞ്ഞു, അതൊരു ചോദ്യമായിരുന്നോ ഒരു പരാമർശമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഇന്ന് സമൂഹത്തിൽ അത് എടുത്തിട്ടുള്ളത് ഒരു പരാമർശമായിട്ടാണ്. അങ്ങനെ ഒരു പരാമർശമൊക്കെ നടത്തുമ്പോൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അത് ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും അത് പൊതുജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ആ പ്രതീതിയൊന്നും ഒരു ബഹുസ്വരതയുടെയും സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു ധ്വനിയല്ല എന്ന് എനിക്ക് വിഷമത്തോടെ പറയേണ്ടിയിരിക്കുന്നു. റൈറ്റ് ഫസൽ ഗഫൂർ, അങ്ങനെയാണെങ്കിൽ ഈ കോപ്പിയടി നമുക്കറിയാം, ബീഹാറിലൊക്കെ നടന്നത് ബന്ധുക്കൾ തന്നെ കോപ്പി അടിക്കാനുള്ള മെറ്റീരിയലുകൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. വ്യാപം കേസ് താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വ്യാപം അഴിമതി എന്ന് പറയുന്നത് ഈ കോപ്പിയടിയുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് മറ്റ് ചില മാൽപ്രാക്ടീസിലൂടെ അനർഹരായ വിദ്യാർത്ഥികളെ, കാൻഡിഡേറ്റ്സിനെ ലിസ്റ്റിലേക്ക് തിരികെ കയറ്റുന്ന നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലുള്ള പരീക്ഷാ ഹാളിലെ കോപ്പിയടി മാത്രമല്ല വ്യാപം കേസുമായി ബന്ധപ്പെട്ട വിഷയം. രാജ്യത്ത് ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശിരോവസ്ത്രം ധരിക്കുന്നവരോ അല്ലെങ്കിൽ വ്യത്യസ്തമായ വസ്ത്രധാരണം നടത്തുന്നവരോ ധാരാളമായി പരീക്ഷ എഴുതുന്ന ഒരു സംസ്ഥാനമാണിത്. ഇവിടെ കോപ്പി അടിക്കുന്നവരുമുണ്ട്, കോപ്പി അടിക്കാത്തവരുമുണ്ട്. ഈ സാഹചര്യത്തിൽ പരീക്ഷാ ഹാളിലെ കോപ്പിയടി തടയാൻ ഇമാതിരിയുള്ള, അതായത് ഇത്തരത്തിൽ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് പകരം മറിച്ച് കുറെ കൂടി സർവൈലൻസ് ശക്തമാക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഈ വസ്ത്രധാരണ നമ്മുടെ പല സെൻസേഴ്സും മറ്റുള്ള കണ്ടുപിടിച്ചതുമായുള്ള ബോഡി സെൻസേഴ്സും മറ്റൊക്കെ ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, CBSE നിർദ്ദേശത്തിനെതിരായിട്ടാണ് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. CBSE എന്താ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രമോ മറ്റോ ധരിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നേരത്തെ വരണം, അവരെ കുറച്ചും കൂടെ കർശനമായി ഇതിനെ അവരെ വിധേയമാക്കും, അവരതിനെ സഹകരിക്കണം എന്ന് മാത്രമേ CBSE പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ ബ്രീഫിനെതിരായിട്ടുള്ള ഒരു നടപടിയാണ് തിരുവനന്തപുരത്ത്, ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു നടപടിയാണ് അവിടെ തിരുവനന്തപുരത്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള ഒരു നടപടി ആ എടുത്ത ഇതിൽ നിന്ന് ആൾക്കാർക്കെതിരായിട്ട് വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഒരു സംശയവും വേണ്ട, ഈ വെറും വസ്ത്രത്തിന്റെ മുകളിൽ മാത്രമല്ല കാര്യങ്ങൾ കോപ്പിയടിയൊക്കെ നടക്കും. പക്ഷെ അവര് അതിന് മറുപടി പറയുന്നത് ബാംഗിൾസിന് വിലക്കുണ്ട്, ബെൽറ്റിന് വിലക്കുണ്ട്, പെന്നിന് വിലക്കുണ്ട്, അപ്പൊ മൊത്തത്തിൽ വിലക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർ സദുദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്ത ഒരു കാര്യമായിരിക്കാം ഇത്, അല്ലാതെ ഇതിനൊരു മതപരമായ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. റൈറ്റ്, ഉമ്മുൽ ഫായിസ, ഇവിടെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ കോടതി ഈ കോപ്പിയടി മാൽപ്രാക്ടീസ് തടയാൻ വേണ്ടി കോടതിയും CBSEയും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കുന്നത് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ, കേന്ദ്ര സർക്കാരിന്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയാണ് ഇതെന്ന് നിങ്ങൾ ന്യായമായും സംശയിക്കുന്നു. പക്ഷേ കോടതിക്കും CBSEക്കും മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? ഈ മാൽപ്രാക്ടീസസ് തടയാൻ മറ്റെന്താണ് അവർ ചെയ്യുക? ഇതിനെ മതപരമായ വിവേചനമായി കാണുന്നതിന് നിങ്ങൾക്കുള്ള ന്യായീകരണം മറ്റെന്തൊക്കെയാണ്? അതെ, ഇതൊരു നമ്മൾ പലപ്പോഴും മതത്തിന്റെ വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് മതത്തെ മാത്രം ഭയങ്കര സംശയിച്ച് കാണുന്നു എന്നുള്ളത് എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. കാരണം ഭരണകൂടത്തിന്റെ ഭാഷയെ പലപ്പോഴും നമ്മൾ ഒരു സംശയത്തോടു കൂടി കാണുന്നില്ല. ഇപ്പോൾ നേരത്തെ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ ഭാഷയെ ഒരു സംശയത്തിന്റെ ഭാഗമായി കാണാതെ അതേസമയം അതിനൊരു ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഞാനൊരു മുസ്ലിം പെൺകുട്ടി, ഹിജാബ് ധരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ ഒരു പരീക്ഷയ്ക്ക് കയറുമ്പോൾ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അതൊരു വിവേചനമായി തന്നെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഫസൽ ഗഫൂർ ഒരു ഹിജാബ് ധരിക്കുന്ന മുസ്ലിം സ്ത്രീ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയം എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായി കൂടിയാണ് എനിക്കിത് കുറച്ചുകൂടി ആ ഒരു വിവേചനം നമുക്ക് ഡയറക്റ്റായിട്ട് ഇഫക്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വിവേചനമായി തന്നെ കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ ഭരണകൂടത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പലപ്പോഴും അതിനൊരു ഭയങ്കര ന്യായീകരിക്കുന്ന ഒരു മുഖ്യധാര നിലപാടുകളുണ്ട്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുവാനും ഞാൻ ഉദ്ദേശിക്കുന്നു. റൈറ്റ് ഉമ്മുൽ ഫായിസ. ഫാദർ പോൾ തേലക്കാട്ട്, ഇത്തരത്തിലുള്ള സ്ട്രിപ്പ് സെർച്ചിങ്, അതുപോലുള്ള ക്യാവിറ്റി സെർച്ചിങ്, ഇതൊക്കെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് പതിവാണ്. അവിടെ മനുഷ്യാവകാശ സംഘടനകൾ അതിനെതിരെ ശബ്ദമുയർത്താറുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം,
ഈ കോപ്പി അടിക്കുക അല്ലെങ്കിൽ പരീക്ഷയിൽ മാൽപ്രാക്ടീസ് നടക്കുക എന്നുള്ളത് സമൂഹത്തിലെ ഗുരുതരമായ ഒരു പ്രശ്നമായി ചിത്രീകരിക്കുകയും സുരക്ഷാ ഭീഷണി പോലുള്ള സാഹചര്യങ്ങളിൽ മാത്രം, അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യേണ്ട വസ്ത്രപരിശോധന ഒരു പരീക്ഷാ ഹാളിൽ നടത്തേണ്ടി വരികയും ചെയ്യുന്ന സ്ഥിതി രാജ്യത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം പൗരസ്വാതന്ത്ര്യത്തിന് മേൽ കൂടുതൽ കടന്നു കയറാൻ ഭരണകൂടത്തിന് ടെൻഡൻസി നൽകുന്നതാണ് ഇന്ന് കോടതിയുടെ പരാമർശവും CBSE കൈക്കൊള്ളുന്ന ഗൈഡ് ലൈൻസും. കാരണം നാളെ കോടതി പറയുകയാണ് ക്യാവിറ്റി ചെക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും നടപ്പിലാക്കാൻ എക്സിക്യൂട്ടീവ് തയ്യാറാണ്. ജുഡീഷ്യറി പറയുന്നു, എക്സിക്യൂട്ടീവ് നടപ്പാക്കുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഭീഷണമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നവയാണ് ഈ സാഹചര്യങ്ങൾ എന്ന് തെളിയിക്കുന്നില്ലേ? തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് വളരെ ശരിയാണ്. ഇവിടെ എങ്ങനെയെങ്കിലും ആരെ തോൽപ്പിച്ചെങ്കിലും എങ്ങനെ കോപ്പി അടിച്ചെങ്കിലും റാങ്ക് കിട്ടുക എന്നുള്ള വല്ലാത്ത ഒരു യുദ്ധസന്നാഹത്തിൻ്റെതായ കാഴ്ചപ്പാട് നമ്മുടെ ചെറുപ്പക്കാരും കുടുംബങ്ങളും പുലർത്തുന്നു എന്ന വളരെ വിലാപപരമായ, വളരെ അപകടകരമായ സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഇത് വ്യക്തമാക്കുന്നതാണ് CBSE നിർദ്ദേശങ്ങൾ പോലും. ഇതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിചിത്രമാണ്. ഷൂസ് ധരിക്കാൻ പാടില്ല. കടുത്ത തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടികൾക്ക് ഷൂസ് പോലും ധരിക്കാൻ പാടില്ല. ഇതൊക്കെ ഊരി വെക്കണം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിന് നമ്മൾ പരീക്ഷ നടത്തുന്നു? എന്തിനാണ് ഇൻവിജിലേറ്റേഴ്സ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഇൻവിജിലേറ്റേഴ്സിന് സംശയമുള്ള പരിശോധന നടത്താം എന്ന് പറയുമ്പോഴും ആ പരിശോധന ഒരു പരീക്ഷയ്ക്കുള്ള പരിശോധനയാണ്. ഇത് വിമാനം കയറുമ്പോൾ നടത്തുന്ന പരീക്ഷയല്ല, അതിനുവേണ്ടിയുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് അല്ല എന്നും കൂടി ഓർത്തിരിക്കണം. അത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ ഇന്ന് നടന്ന സിസ്റ്ററിനും വേറെ 1-2 പേർക്കും ഈ ഇൻവിജിലേറ്റർമാരും ഉണ്ടായി ഈ വസ്ത്രപരിശോധന നടത്തിയിട്ട് ശേഷമാണ് പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞത്. വിചിത്രമായിട്ട് തോന്നുന്നൊരു കാര്യമാണത്. അങ്ങനെ നോക്കിയിട്ട് അവിടെ പരീക്ഷ എഴുതുന്ന അവർ മതത്തിൻ്റെ പേരിലല്ല, പരീക്ഷ എഴുതാൻ കോപ്പി അടിച്ചുകൊണ്ട് വന്നു എന്ന് തെളിയിക്കുന്നതായിട്ടാണ് അവിടെ നടപടി സൂചിക്കുന്നത്. ഇതൊന്നും നമ്മുടെ നാടിന് അഭിലഷണീയമല്ല. ഇതൊന്നും ഒരു ബഹുസ്വര സമൂഹത്തിൽ അംഗീകൃതവുമല്ല. അങ്ങനെ ഡോക്ടർ ഗഫൂർ പറഞ്ഞതുപോലെ ഇത് ചെയ്ത ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് വിശദീകരണവും അവർക്കൊരു നടപടിയും വേണമെന്നതിനോട് എനിക്ക് പൊതുവായ അഭിപ്രായം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് പരീക്ഷയ്ക്ക് ഇരുത്താനാണ് ഇൻവിജിലേറ്റർമാർ അതിൻ്റെ അധികാരം നടത്തേണ്ടത്, പരീക്ഷ തടയാനല്ല. അവർ വന്നപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ വെള്ളം വേണ്ട എങ്കിൽ ആ വെള്ളം കുട്ടിക്ക് അനിവാര്യമാണെങ്കിൽ ആ വെള്ളം കൊടുക്കാൻ വരെ ബാധ്യസ്ഥനാണ് ഈ ഇൻവിജിലേറ്റർമാർ. അതല്ലാതെ പരീക്ഷയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരവുമായി കൊണ്ട് വന്നുവരിക്കുന്നവരല്ല എന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ കുട്ടികളെ സഹായിക്കാനും വസ്തുനിഷ്ഠമായ പരീക്ഷ നടത്താനും വേണ്ടിയുള്ള സഹായകരാണ് അവർ എന്ന് ഓർക്കുക. അതിന് പകരം ഇവരെയൊക്കെ പുറത്താക്കാനുള്ള ശിക്ഷണ നടപടിയുടെ അധികാരവുമുണ്ട്. ഇങ്ങനെയുള്ള നടപടി തീർത്തും നിർഭാഗ്യകരമാണ്, അനുചിതമാണ്, അനീതിപരമാണ്, തെറ്റായ നടപടിയാണ്. റൈറ്റ് ഫാദർ പോൾ തേലക്കാട്. ഫസൽ ഗഫൂർ, ഒരു കാര്യം കൂടി, ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല വ്യക്തികളുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഉദാഹരണത്തിന് സർക്കാരിൻ്റെതായ ഏജൻസികൾ നടത്തുന്ന ചില സൂപ്പർ മാർക്കറ്റുകളിൽ മോഷണമുണ്ടെന്ന് കരുതുക. ഫാദർ പോൾ തേലക്കാടിനെ പോലെ വന്ധ്യവയോധികരായ സന്യാസികൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ദേഹപരിശോധന നടത്തിയിട്ടേ പുറത്തേക്കോ അകത്തേക്കോ കടത്തി വിടുള്ളൂ എന്ന് സർക്കാർ ഒരു ചട്ടമുണ്ടാക്കുകയാണെങ്കിൽ അത് എത്രമാത്രം അപമാനകരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെല്ലാം കോപ്പി അടിക്കാനാണ് പരീക്ഷാ ഹാളിലേക്ക് വരുന്നത് എന്ന ഒരു നിലപാടിന്റെ സൂചനയല്ലേ CBSEയും കോടതിയുടെ പരാമർശങ്ങൾ നടത്തുന്നത്? വിദ്യാർത്ഥികളെല്ലാവരും കോപ്പി അടിക്കാൻ വരുന്നവരല്ലല്ലോ, അവർക്കും അഭിമാനമില്ലേ? അവരിൽ പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നവരുമില്ലേ? അത് നമുക്ക് ഇങ്ങനെ ഒരു പരത്തി നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യാപകമായി വടക്കേ ഇന്ത്യയിൽ, ഇവിടെ എന്തിനാ തെക്കേ ഇന്ത്യയിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ വ്യാപകമായിട്ട് കോപ്പിയടി സംഘടിതമായ രീതിയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ ക്രിമിനൽസ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞത്. ബീഹാറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് സംഘടിതമായിട്ട് കോപ്പി അടിക്കുക എന്നുള്ളത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ന്യൂനപക്ഷങ്ങളിൽ ഒരു സീജ് മെന്റാലിറ്റി, അതായത് നമ്മളെല്ലാ നിലക്കും ആക്രമിക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ ഇതിനെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്, ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും ഹനിക്കാത്ത രീതിയിലായിരിക്കണം ഇതിനെ നടത്തേണ്ടത്. പക്ഷേ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പോൾ തേലക്കാട് പറഞ്ഞ മാതിരി തന്നെ ഏതോ ഒരു ടെററിസ്റ്റുകളെ ഒരു എയർപോർട്ടിൽ കുറെ ടെററിസ്റ്റ് ആക്രമിക്കാനായിട്ടുള്ള പ്ലാൻ ഇടുന്നു. അപ്പൊ പാസഞ്ചേഴ്സിന് എല്ലാവരും നമ്മൾ പരിശോധിക്കുന്ന രീതിയുണ്ട്. ആ ബെൽറ്റ് അഴിച്ചു വെച്ചു, ഷൂസ് അഴിച്ചു വെച്ചു, കോട്ട് അഴിച്ചു വെച്ചു, എല്ലാ സാധനങ്ങളും അഴിച്ചു വെച്ചു, എല്ലാം കമ്പ്യൂട്ടർ. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ ഇത് നടന്നിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും CBSEയുടെ സർക്കുലറിൽ തന്നെ ഫസൽ ഗഫൂർ, ഇവിടെ ഈ ഗൈഡ് ലൈൻസ് വളരെ നിരുപദ്രവകരമാണെന്ന് ഫാദർ പോൾ തേലക്കാട് സമ്മതിക്കുന്നുണ്ട്, ഉമുൽ ഫൈസി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഗൈഡ് ലൈൻസിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ
പ്രശ്നമുണ്ടാവാനുള്ള ഒരു കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പൊതുബോധങ്ങളും വിവേചനങ്ങളുമാണ്. അത്തരം പൊതുബോധങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം ഗൈഡ് ലൈൻസ് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത്തരം ഗൈഡ് ലൈൻസ് പ്രയോഗിക്കുകയല്ല വേണ്ടത്, കുറെ കൂടി പൗരന്മാരെ സ്വതന്ത്രമാക്കിക്കൊണ്ട് മറ്റു ചില നിരീക്ഷണ സംവിധാനങ്ങളെ ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് ഇവർ രണ്ടുപേരും വാദിക്കുന്നത്. അല്ലാതെ ഞാൻ അവരോട് യോജിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ പൊതുവെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് മെന്റാലിറ്റി, അതായത് പൊതുവെ ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് ഭരണം മാറിയതിനു ശേഷം ന്യൂനപക്ഷങ്ങൾ പല രീതിയിൽ അവർക്കെതിരെ വിവേചനവും അക്രമവും നടക്കുന്നുണ്ട് എന്നത് തോന്നുന്നുണ്ട്, മനസ്സിലുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസരം കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കന്യാസ്ത്രീ വന്ന സാധാരണ ഒരു കുട്ടി തന്നെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ വളരെയേറെ ഹറാസ് ചെയ്തുകൊണ്ട് തരത്തിലുള്ള ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ തീർച്ചയായും മാനസിക പീഡനം തന്നെയായിരിക്കും ഉണ്ടാവുക. അത് പരീക്ഷയെ പോലും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ശരി തന്നെയാണെങ്കിൽ കൂടി ഈ ഒരു സാഹചര്യത്തെ ഉള്ളത് കൊണ്ട് ഞാൻ ഭാഗികമായിട്ടെങ്കിലും അതിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നാലുപേരും ദുരുദ്ദേശത്തോടുകൂടി ഇത് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഗൈഡ് ലൈൻസ് അങ്ങനെ തന്നെ ഒരു ഉപദ്രവകാരിയോ വിവേചനം വളർത്തുന്നതോ ആയ ഒന്നല്ല, മറിച്ച് ആ ഗൈഡ് ലൈൻസ് നടപ്പാക്കുമ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിവേചനം, സമൂഹത്തിൽ താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ആ പൊതുബോധം അത് നടപ്പിലാക്കുന്നതിൽ ആ വിവേചനം വരുത്തുന്നു എന്നല്ലേ വായിക്കേണ്ടതുള്ളൂ. അല്ലാതെ CBSEയോ കോടതിയോ മതവിഭാഗങ്ങളോട് അല്ലെങ്കിൽ ഭരണകൂടമോ മതവിഭാഗങ്ങളോട് ന്യൂനപക്ഷങ്ങളോട് വിവേചനം നടത്താൻ വേണ്ടിയാണ് ഈ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയതെന്ന് വാദിക്കാൻ കഴിയുമോ? അങ്ങനെയില്ലെങ്കിലും അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതുപോലുള്ള ഗൈഡ് ലൈൻസ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, ഇത് തലപ്പാവ് ധരിച്ചു വരുന്ന അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചു വരുന്നവരെ വളരെ കർശനമായി പരിശോധിക്കണമെന്നും ഉള്ള ഈ ഒരു ഉത്തരവുകളൊക്കെ വളരെ പ്രശ്നകരമായി തന്നെയാണ് നമ്മൾ വായിക്കേണ്ടത്. ഫാദർ പോൾ തേലക്കാട്ട് താങ്കളോട് ഫാദർ പോൾ തേലക്കാട്ട്, ഇത് ജുഡീഷ്യറി ഒരു കമന്റ് നടത്തുന്നു, ഭരണകൂടത്തിന്റെ മറ്റൊരു ഭാഗമായ എക്സിക്യൂട്ടീവിൽ നിന്ന് ചില ഗൈഡ് ലൈൻസ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഭരണകൂടത്തിന്റെ വ്യത്യസ്ത എസ്റ്റേറ്റുകളുടെ മനോഭാവമായി, ന്യൂനപക്ഷങ്ങളുള്ള മനോഭാവമായി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണോ ചോദ്യമായിരുന്നു എന്ന് എനിക്ക് വ്യക്തമല്ല. ഏതായിരുന്നാലും മാധ്യമങ്ങൾ അത് സ്വീകരിച്ച വിധവും മാധ്യമങ്ങൾ അത് പ്രചരിപ്പിച്ച വിധവും അത് കോടതിയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയുമായ ഒരു പ്രതിച്ഛായ, ഒരു സന്ദേശം അതിലുണ്ട് എന്ന വിധത്തിൽ കൊണ്ട് അത് നിർഭാഗ്യകരമായി പോയി. അത് കോടതി ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താതിരിക്കാനായിട്ട് എന്ന് ഡോക്ടർ ഗഫൂർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി പിന്താങ്ങുന്നു. അത് ഒരിക്കലും സംഭവിക്കരുതായിരുന്നു. ഒരു വിധത്തിലും ഈ CBSEയുടെ ഗൈഡ് ലൈൻസ് പ്രത്യക്ഷത്തിൽ മതപരമായ ഒരു ആരോപണത്തിന് വിധേയമാകാൻ പറ്റിയ ഒന്നുമല്ല അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ മതപരമായ ഒരു പ്രജുഡിസ് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ആളുകളെ ദ്രോഹിക്കാനോ അവരുടെ അവകാശം നിഷേധിക്കാനോ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നിയന്ത്രിക്കണമെന്ന കാര്യം കൂടി CBSE ഇൻവിജിലേറ്റർമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ പരിമിതികളും ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാതെ കൂടുതൽ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തപ്പോൾ അവർ ഇതൊക്കെ വേണ്ടാത്ത വിധത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. അത് ഒരിക്കലും CBSE ചെയ്യാൻ പാടില്ലാത്തതാണ്. റൈറ്റ്, ഫാദർ പോൾ തേലക്കാട്ട് നന്ദി. ഫസൽ ഗഫൂർ, അങ്ങനെയാണെങ്കിൽ ഇതൊരു പരീക്ഷാ ഹാളിലെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തെ മൊത്തം സുരക്ഷയുമായി ബന്ധപ്പെട്ട, രാജ്യത്തെ മൊത്തം സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊന്നും ഇത്തരത്തിൽ വസ്ത്രനിയന്ത്രണം ഏർപ്പെടുത്താറില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായി ഒരു പ്രശ്നം? നമുക്കറിയാം, രാജ്യത്തെമ്പാടും സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടുള്ള, പൊതു ഇടങ്ങളിൽ സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടുള്ള നിരവധി സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം പൊതു ഇടങ്ങളിൽ നിങ്ങൾ നാളെ മുതൽ ബോംബ് ഒളിപ്പിച്ചു വയ്ക്കാവുന്ന വസ്ത്രങ്ങളുമായി പുറത്തിറങ്ങരുതെന്ന് ഭരണകൂടം പറയാറില്ലല്ലോ. പിന്നെ പരീക്ഷ എടുത്ത് മാത്രമായി ഇത്തരം വസ്ത്ര നിയന്ത്രണവും ആഭരണ നിയന്ത്രണവും കൊണ്ടുവരുന്നത് എന്തിനാണ്? താങ്കളുടെ നിരീക്ഷണം ഇവിടെ 100% ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഉദാഹരണമായിട്ട് ഒരു ടെററിസ്റ്റ് ഭീഷണി നേരിടുന്ന സമയത്ത് ബോംബെ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിലോ ഉണ്ടായിട്ടുള്ള, ബോംബെയിലെ നമുക്കറിയില്ല, ബോംബ് ബ്ലാസ്റ്റിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഫ്ലൈറ്റിലൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ അവിടെ സുരക്ഷാ നിയന്ത്രണം അവിടെ ഉണ്ട്. അവരവിടെ തീർച്ചയായിട്ടും തലപ്പാവ് അഴിച്ചു വെക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അവർ മറ്റേ ബെൽറ്റ് അഴിച്ചു വെക്കാൻ പറയും, അല്ലെങ്കിൽ മോതിരം എടുത്തിട്ട് സ്കാനറിൽ ഇടാൻ പറയും. ഒരു കോയിൻ പോലും ഒരു ഇതാക്കൂല. പക്ഷെ ഇതുമാതിരി നേരത്തെ നിങ്ങൾ ഇന്ന ഡ്രസ്സ് ധരിച്ചു വരരുത് എന്ന് പറയൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രസ്സ് അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചു വന്നോളൂ, കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ ഞങ്ങൾ അഴിച്ചു പരിശോധിക്കും എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും പറയാനില്ലല്ലോ. ഡ്രസ്സ് അഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടായാലും അവർ സംശയം തോന്നി അഴിക്കാൻ പറഞ്ഞാൽ ആർക്കൊന്നും പറയാനില്ല.
ഇതിനെക്കാട്ടും വലിയ സുരക്ഷിതത്വം മറ്റു വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട് സൗദി അറേബ്യയിലും മുസ്ലിം രാജ്യങ്ങളിലും ഒക്കെ. അതേമാതിരി തന്നെ നമ്മൾ അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്കറിയാലോ എത്ര വലിയ VIP-മാരാണ് അമേരിക്കയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ അതായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പ്രശ്നം പറ്റിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ അയക്കുക വഴിയാണ് ഉണ്ടായത്. പിന്നെ അതിന്റെ കൂടെ ഞാൻ അവസാനമായിട്ട് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കന്മാരും മതപണ്ഡിതന്മാരും ആൾക്കാരും അവർ മൗനം പാലിക്കുന്നു? അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവരിതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോ. അവര് ഇതിനെ എതിർത്ത് പറയുന്നില്ല, അപ്പോൾ അവർ അനുകൂലിച്ചും പറയുന്നില്ല. അവർ മൗനം സമ്മതം എന്നുള്ള നിലക്ക് നിൽക്കുമ്പോഴാണ് ഇത് ഒരു പോളറൈസേഷനിലോട്ട് പോകുന്നത്. എത്രത്തോളം പോളറൈസേഷൻ ഉണ്ടെന്നുള്ളത് അറിയണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത് പോളറൈസ്ഡ് ആയിട്ടാണ് ഈ ചർച്ച പോകുന്നത്. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കാരണം നമ്മളുടെ ഇവിടെ മത ജാതി സ്പർദ്ധ തന്നെ വർദ്ധിക്കത്തക്ക രീതിയിലാണ് ചിലപ്പോൾ ഭരണകൂടവും മറ്റുള്ളവരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇത്തരത്തിലുള്ള ബ്യൂറോക്രറ്റിക് ആയിട്ടുള്ള ആക്ഷനുകൾ കാരണം. റൈറ്റ്. ഉമ്മുൽ ഫൈസ, അവസാനമായി ഇവിടെ ഈ പറയുന്ന പൊതു ഇടത്തിലേക്കാണ് മറ്റുള്ളവരെ ഭരണകൂടവും കോടതിയും ക്ഷണിക്കുന്നത്. ഈ പൊതു ഇടത്തിന്റെ പ്രശ്നമാണോ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണം? അതോ ഇത് എന്തുകൊണ്ടാണ് ഭരണകൂടം നിർദ്ദേശിക്കുന്ന ഒരു വാർപ്പ് മാതൃക ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകാര്യമാവാത്തത്? അതെ, ഇന്ത്യയിലെ ഈ പൊതു ഇടം എന്ന് പറയുന്നത് നമുക്കറിയാം, പലപ്പോഴും പിന്നോക്ക വിഭാഗങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ തന്നെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ വളരെ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യധാര മതേതരന്മാരും അതുപോലെ ഫെമിനിസ്റ്റുകളും ഒക്കെ വളരെ രക്ഷക്കായി ഓടിയെത്താറുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ മുഖ്യധാര അപ്പോൾ ഈ അതേസമയം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ തന്നെ വളരെ ഒരു എന്താ പറയുക, ഒരു അധികാരം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഇന്ത്യൻ പൊതുസമൂഹത്തിലില്ലാത്ത ഒരു ചെറിയ സംഘടന സമരം നടത്തുമ്പോൾ അതിനെ ഭയങ്കര സംശയത്തോടുകൂടിയും എന്തോ ഇവിടെ മതപരമായ ഒരു പോളറൈസേഷന് ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വീക്ഷിക്കുന്നത്. കാരണം അല്പമെങ്കിലും ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ, അതിൽ ആ രാഷ്ട്രീയത്തിൽ സത്യസന്ധത പാലിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സമരങ്ങളോട് ഒരു സപ്പോർട്ടാണ് നൽകേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. വളരെ നന്ദി ഉമ്മുൽ ഫൈസ, ഫാദർ പോൾ തേലക്കാട്ട്, ഫസൽ ഗഫൂറി ചർച്ചയിൽ പങ്കെടുത്ത് പ്രതികരിച്ചതിന്. മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.